ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു കാഷ്നോട്ട് ഗീക്ക്. കഴിഞ്ഞ 2 വീഡിയോയ്ക്കും ഒത്തിരി ഫീഡ്ബാക്സ്, റിവ്യൂസ് എല്ലാം പറഞ്ഞ് വിമർശനങ്ങളും സപ്പോർട്ടും നൽകിയ എല്ലാ ഫ്രണ്ട്സിനും ആൻഡ് എവ്രി വൺ ഹു നോസ് മീ, ഹു സപ്പോർട്ടഡ് മീ ഫോർ ദ പാസ്റ്റ് 2 വീഡിയോസ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ക്യാമറ കേജസിനെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് എ ക്യാമറ കേജ്? ഇമാജിൻ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ന്യൂ ബൈക്ക്. അതിന് ചുറ്റും ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാ? എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വണ്ടിയിലേക്ക് ഒരു സ്ക്രാച്ചോ ഒരു പരിക്കുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിമിലർലി എ ബേസിക് പർപ്പസ് ഓഫ് ഹാവിങ് എ ക്യാമറ കേജ് ഈസ് ടു ആഡ് പ്രൊട്ടക്ഷൻ ടു യുവർ ക്യാമറ ബോഡി. ബട്ട് അതിനേക്കാളുപരി ഇറ്റ് ഹാസ് ഗോട്ട് സോ മെനി അതർ യൂസസ് ഓൾസോ. ഇഫ് യു വാണ്ട് ടു റിഗ് യുവർ ക്യാമറ, ഇഫ് യു വാണ്ട് ടു ആഡ് ആക്സസറീസ് ടു യുവർ ക്യാമറ, നമുക്ക് ഒരു ക്യാമറ കേജ് അത്യാവശ്യമായിട്ട് വരും. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ കേജ് നമുക്ക് തരുന്ന ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ഓൺ ആക്സസറീസ് ലൈക്ക് എക്സ്റ്റേണൽ മൈക്ക്. നമ്മുടെ ക്യാമറയുടെ പുറമെ വരുന്ന ഒരൊറ്റ ഹോട്ട് ഷോ ആയിരിക്കും. അതിൽ നമുക്ക് ഒരേ സമയം മോണിറ്ററും മൈക്കും വയർലെസ് ട്രാൻസ്മിറ്ററും എല്ലാം കൂടെ വെക്കാൻ പറ്റില്ലല്ലോ. സോ ഇഫ് യു വാണ്ട് ടു റിഗ് യുവർ ക്യാമറ സെറ്റപ്പ്, ഇഫ് യു വാണ്ട് ടു ഫിലിം ബിഗ്, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഫ്ലെക്സിബിലിറ്റി തരുന്ന സാധനമാണ് ക്യാമറ കേജ്. ഓക്കെ, I hope you got an idea of basically what a camera cage is. ഇത് imastudent.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇവർ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്യാമറ ആൻഡ് ആക്സസറീസ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ക്യാമറ ഷോപ്സിലോ ഡീലേഴ്സിൻ്റെ അടുത്തോ ചില സാധനങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ imastudent.com എന്നുള്ള ഈ വെബ്സൈറ്റിനെ കുറിച്ച് അറിയുന്നതും ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടും കണ്ടു. ഞാനൊരു 3 months ഇവിടെ ഷോറൂംസിലും പല ഡീലേഴ്സുമായിട്ടും 600 കേജ് അന്വേഷിച്ചു, കിട്ടിയില്ല. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഐ ഫൗണ്ട് ദിസ്. ആൻഡ് സ്മോൾ റിഗിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതിനേക്കാളും ഒരു 6% to 7% ഡിസ്കൗണ്ട് ഡീലിലാണ് എനിക്ക് കേജ് കിട്ടിയത്. സോ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. വെരി ഈഗർ. ഇതിനകത്ത് എങ്ങനെയാണ് പാക്കേജിങ് വന്നിരിക്കുന്നത്, ഇതിലെങ്ങനെ അയച്ചിരിക്കുന്നത്, ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. യു ക്യാൻ സീ it's the original packaging through which the courier came. Let's unbox. Small rigന്റെ ഒറിജിനൽ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. സോ ഇഫ് യു ഹാവിങ് എ GST, നിങ്ങളുടെ കമ്പനിയിലേക്കോ നിങ്ങൾ GST പേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ GST റിട്ടേണും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ GST ഡീറ്റെയിൽസും കാര്യങ്ങളും എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ പാകത്തിനുള്ള ബില്ല് നമുക്ക് ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ MRP is ₹7,000 written down here as you can see. ആൻഡ് ഇതാണ് ബോക്സ്. ദിസ് കംസ് വിത്ത് എ 2-year വാറൻറ്റി. സോ ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കേജിൻ്റെ പിക്ചറൊക്കെ. ഓക്കെ, നമുക്ക് ക്വിക്ക്ലി അൺബോക്സ് ചെയ്തിട്ട് ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻസൈഡ്, ഹൗ ദേ ഹാവ് സെൻഡ് ദിസ്. ആൻഡ് ഫോർ എവറി പർട്ടിക്കുലർ ക്യാമറ ദർ ഇസ് എ സ്പെസിഫിക് കേജ്. നമുക്ക് ഓരോ ക്യാമറയുടെയും കേജ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിരിക്കും. അപ്പോൾ ഈ കേജ് വാങ്ങിച്ചിട്ട് നമുക്ക് സോണിയുടെ വേറെ ക്യാമറാസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ക്യാമറയ്ക്കും അതിൻ്റേതായ സ്പെസിഫിക് മോഡൽ ഉണ്ടാവും. സോ നമ്മളത് വാങ്ങുന്ന സമയത്ത് ഹാവ് ടു ചെക്ക് ഫോർ ഇറ്റ്. എന്താണെന്ന് നോക്കാം. ഇതിന് കൂടെ വരുന്നൊരു ആക്സസറിയാണ്. ഇത് നമ്മുടെ HDMI ക്ലാമ്പ് എന്ന് പറയും. നമ്മൾ ഈ കേജിനകത്ത് നമ്മൾ മൗണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇത് നമ്മുടെ ക്യാമറയിൽ നിന്ന് HDMI കേബിൾ ഔട്ട് എടുക്കുന്ന സമയത്ത് നമ്മളൊരു കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വോബിൾ ചെയ്ത് ലൂസായിട്ട് കിടക്കുന്നതിന് പകരം ഇതിനകത്തൂടെ നമുക്ക് വിടുകയെന്നുണ്ടെങ്കിൽ കേബിൾ സ്റ്റേബിളായിട്ട് പെർഫെക്റ്റായി നിൽക്കും. നമ്മുടെ ക്യാമറയുടെ HDMI പോർട്ടും കംപ്ലൈൻ്റ് ആവില്ല, കേബിൾ ഒടിഞ്ഞു ബെൻഡായി ഡാമേജ് ആയി എന്നുള്ള കംപ്ലയിൻസ് ഇല്ല. ആൻഡ് സ്പെസിഫിക്കലി 6700 മൈക്രോ HDMI പോർട്ടാണ് വരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇഫ് യു ആർ ഗോയിങ് ടു യൂസ് HDMI കേബിൾ. പിന്നെ ഒരു പേപ്പർ വർക്ക്. ഒരു പാക്കേജിങ് കൊള്ളാം. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല. They have used kind of a bubbly paper, ഒരു ക്രേ പേപ്പർ പോലെയൊക്കെ. And this is how the cage looks. ഇതാണ് കേജിൻ്റെ രൂപം. സോ ഇതാണ് ഇതിൻ്റെ അടിഭാഗം വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ത്രെഡ്സ്, സ്ക്രൂസ് ആൻഡ് ഒരുപാട് സാധനങ്ങൾ സ്ക്രൂ ചെയ്യാനുള്ള ത്രെഡ്സും ഹോൾസും ഉണ്ടാവും. ഇതിലൊക്കെ നമുക്ക് ഓരോ കൈൻഡ് ഓഫ് ആക്സസറീസ് മൗണ്ട് ചെയ്യാം, ലൈക്ക് മോണിറ്റേഴ്സ്, മൈക്രോഫോൺ, നമ്മുടെ സ്ട്രാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാം. പിന്നെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ കോൾഡ് ഷൂ തരുന്നുണ്ട്. നമുക്ക് ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ നമ്മളൊരു മൈക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു മോണിറ്റർ വേണമെങ്കിൽ വെക്കാം. ആൻഡ് സൈഡിലും അതേപോലെ സിമിലർ മൗണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ബോട്ടം പോർഷൻ, ഇവിടെ നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറയിൽ ഈ കേജിനെ ബേസിക്കലി മൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ സ്ക്രൂവിനെ ടൈറ്റ് ആക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കമ്പനി തരും. നമ്മൾ സാധാരണ
സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്ന പോലെ ഇതിലോട്ട് വെക്കുന്നു, തിരിക്കുന്നു, ടൈറ്റ് ആക്കുന്നു. ഇത് മാഗ്നറ്റിക് ആണ്, എവിടെയും വിട്ട് നമ്മുടെ ഇത് പോകില്ല. ഇവിടെ വെക്കാം, ഫിക്സ് ചെയ്ത് വെക്കാം. ലെറ്റ്സ് ക്വിക്ക്ലി ചെക്ക് ഔട്ട് ഹൗ ഡു വി അറ്റാച്ച് ദിസ് ടു അവർ ക്യാമറ. Before attaching this to the camera, we need to prepare our camera for this one first. So mostly എല്ലാ ക്യാമറാസിനും നമ്മുടെ ക്യാമറയുടെ കൂടെ ഇതിങ്ങനെ ഒരു സാധനം വരും, നമ്മുടെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ഒരു കിടുതാപ്പ്. ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ആദ്യം ഇത് രണ്ടും അഴിച്ചു വയ്ക്കാം. ഓക്കെ, അത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേജ് ഇടുമ്പോൾ പ്രോപ്പർലി നമ്മുടെ കേജിനെ ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ലാച്ചസും റിമൂവ് ചെയ്ത് കഴിഞ്ഞു, സ്ട്രാപ്സ് ഇടാനുള്ള ലാച്ചസ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ കേജ് എടുക്കുക, നമ്മുടെ ക്യാമറ പതുക്കെ അതിലേക്ക് സ്ലൈഡ് ഇൻ ചെയ്യുക, ആൻഡ് അതിന് ഒരു ലോക്ക് പൊസിഷൻ എത്തും. നമ്മുടെ ക്യാമറ കേജിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു M.2.5 എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സ്ക്രൂ കാണും. ഇതെന്തിനാണെന്ന് പലർക്കും അറിയില്ല. ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി അറ്റാച്ച്മെൻ്റ് ആണ്. ഇതൊരു ഹെക്സ് സ്ക്രൂ ആണ്. അത് നമുക്ക് ഇതിനകത്ത് നിന്ന് അഴിക്കാൻ കിട്ടും. ഫസ്റ്റ് ഇത് അഴിച്ചതിന് ശേഷം നമ്മുടെ ഈ സ്ട്രാപ്പിൻ്റെ ലാച്ച് അഴിച്ചതിന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ ഒരു അലൈനാവും. നമ്മുടെ കേജിലത്തെ ഒരു ചെറിയ ഹോളുമായിട്ട് ഇത് അലൈനാവും. സോ ആ പോയിന്റിൽ വെക്കുക. നമ്മുടെ ക്യാമറയുടെ സ്ട്രാപ്പ് നിന്നിരുന്ന ആ ഹോളും കേജിൻ്റെ ആ ഹോളുമായിട്ട് ജസ്റ്റ് വെക്കുന്നു. ആൻഡ് നമ്മളിങ്ങനെ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ആ M.2.5 സ്ലോട്ടിൽ നിന്ന് ഈ അലൻ സ്ക്രൂവിനെ എടുക്കുന്നു, നമ്മുടെ കേജിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മുടെ ക്യാമറയുടെ കേജ് റൈറ്റ് സൈഡ് നമ്മുടെ ബോഡി ആയിട്ട് അറ്റാച്ചായി. ഇനി താഴത്ത് നമ്മുടെ ക്യാമറയുടെ നോർമൽ നമ്മൾ ട്രൈപോഡൊക്കെ മൗണ്ട് ചെയ്യുന്ന പോർട്ടില്ലേ, അവിടെ ആയിരിക്കും ഈ സ്ക്രൂ ഓട്ടോമാറ്റിക്കലി അലൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ ക്യാമറയുടെ ബേസ് പ്ലേറ്റ് വയ്ക്കുന്ന ആ ഹോളിലേക്ക് ഇത് അലൈൻഡ് ആയിരിക്കും ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി. നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. മേക്ക് ഷുവർ ഇറ്റ്സ് ടൈറ്റ്, വെൽ ആൻഡ് ഗുഡ്. യെസ്, ഇതൊന്നുകൂടെ ടൈറ്റ് ചെയ്യും. ഈ ടൂളിൻ്റെ ഉപയോഗം നമുക്ക് ബേസ് പ്ലേറ്റ് ടൈറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം, ഹെക്സ് ടൈറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഇതാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ തന്നതിൻ്റെ ഒരു ഗുണം. നമുക്ക് ക്യാമറ ഇതിനകത്ത് ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. നോക്കി, ഓക്കെ. സോ ദിസ് ഈസ് ഹൗ ദ കേജ് ഗെറ്റ്സ് വർക്ക്ഡ്. ഇത് വെക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ കുറച്ചും കൂടി ഒരു ഫേം ആയിട്ടുള്ള ഗ്രിപ്പ് കിട്ടി. ഇതൊരു കുഞ്ഞൻ ക്യാമറ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഊഹിക്കാം, ഈ ചെറിയ ഗ്രിപ്പ് കണ്ടില്ലേ, നമ്മളിവിടെ വെക്കുമ്പോൾ കൈ ഒന്നും കൂടെ ഫേം ആയിട്ട് നിൽക്കും. എൻ്റെ കൈ അത്യാവശ്യം വലിപ്പമുള്ള കൈയാണ്. ഈ ക്യാമറയുടെ ഈ ഒരു ഹൈറ്റിനേക്കാളും ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ വലിപ്പം കൂടെ കിട്ടിയപ്പോൾ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ എൻ്റെ ചെറുവിരലും കൂടെ ഇതിലേക്ക് ഫിക്സ് ആയിരുന്നു. ഇത്രയും നാൾ ഇത് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇതിനകത്തുണ്ടോ. സോ ഇങ്ങനെ കുഞ്ഞു 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 ആവശ്യങ്ങൾക്ക് കൂടെ നമുക്ക് ഈ കേജ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഇത് ഇടുമ്പോൾ നമുക്ക് ബാറ്ററി സ്ലോട്ട്, മെമ്മറി കാർഡ് സ്ലോട്ട് ഇതൊക്കെ ആക്സസിബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഫുള്ളായി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുള്ളൊരു പരിഹാരം ഇവിടെ തന്നിട്ട് സ്മോൾ ഡിഗ്രി ഇത് സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കേജിൻ്റെ ഇതുണ്ടോ, ഇത് ബാറ്ററി സ്ലോട്ട് ക്ലോസിംഗ് ആണ്. ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യാം, ഈസി. ആൻഡ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്, ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയി പോകില്ല. നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെമ്മറി കാർഡ് ഇടാം, ക്ലോസ് ചെയ്യാം. സോ നൺ ഓഫ് ദ സ്ലോട്ട്സ്, ports, anything gets blocked if you use a cage. All the buttons are accessible. ഒന്നിനും നമുക്ക് മുടക്കം വരില്ല, എല്ലാം ഓപ്പൺ ആണ്. നമ്മുടെ ഇതേ മോണിറ്റർ ഓപ്പൺ ചെയ്യാം, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം, തിരിക്കാം, മറയ്ക്കാം. നത്തിങ് ഗെറ്റ്സ് ബ്ലോക്ക്ഡ്, ബട്ട് ഇറ്റ് ആഡ്സ് സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് ഇറ്റ് അലൗസ് യു ടു ഗെറ്റ് ആക്സസ് ടു എ ലോട്ട് ഓഫ് ആക്സസറീസ്. മൗണ്ട് ചെയ്ത് റിഗ് ചെയ്ത് ഈ ക്യാമറയെ നമുക്ക് സിനിമ ക്യാമറയാക്കി മാറ്റാൻ വേണമെങ്കിൽ പറ്റും. അതാണ് കേജിൻ്റെ ഗുണം. നിങ്ങൾക്ക് എല്ലാവരും ക്യാമറ കേജിനെ പറ്റി ചെറിയൊരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറ കേജ് എന്തിനാണ്, ഇതെങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ട് ക്യാമറ കേജസിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അതർവൈസ് യു ക്യാൻ ഡയറക്റ്റ്ലി റീച്ച് മീ ത്രൂ മൈ ഇമെയിൽ. ഈ ചാനലിൻ്റെ ഇമെയിലിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. Thank you once again for watching the video and stay tuned.